ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണോ? ഈ ഗോവയിലുള്ള മറ്റു പെട്രോൾ പമ്പൊക്കെ അടച്ചു പൂട്ടിയോ? ഈ വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ ഒരു തിരക്ക്. अबे लुच्चे साले, अबे क्या कर रहा है बे? डीजल डाल बे, क्या कर रहा है? എന്റെ അച്ഛൻ സർദാർ ജി പോയി തെറി വിളിക്കണോ? अरे क्या बकबक कर रहा है तू? डालना है तो मैं चला. 6 മണിക്ക് ജോലിക്ക് വരേണ്ട ഒരു തെണ്ടി ഇപ്പോഴും കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവന്റെ വീട്ടിന് മുമ്പ് പോയി ഓൺ അടിക്കണം. മനുഷ്യൻ ഇവിടെ ശ്വാസം വിടാൻ നേരമില്ല. ആർക്കും ഇല്ലൊരു ഉത്തരവാദിത്വം. ഒരു ചായക്ക് പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നായില്ല ചെലി. ഞാൻ റെസ്റ്റോറന്റ് തുറന്നിട്ട് 1/2 മണിക്കൂറായില്ലല്ലോ. ഈ മാത്യൂസ് അങ്കിൾ എന്താ വട്ട് പിടിച്ചോ? നിങ്ങൾ എല്ലാരും കൂടി എന്നെ വട്ട് പിടിപ്പിക്കും. പെട്രോൾ അടിക്കണം, ഡീസൽ അടിക്കണം, ബില്ല് എഴുതണം, കാശ് വാങ്ങണം, എല്ലാത്തിനും കൂടി ഞാൻ ഒരുത്തൻ. മുരുകൻ എവിടെ? അവന് പൊങ്ങലല്ലയോ, ഒടുക്കത്തെ പൊങ്ങൽ. അവൻ ചെന്നില്ലെങ്കിൽ അവിടുത്തെ പൊങ്ങലായിരിക്കും. അല്ല, എന്തിനാ അവനെ പറയുന്നേ? അവന് ലീവ് കൊടുത്തോ? ഞാൻ 2 മണിക്കൂർ നേരത്തെ വന്നോളാന്ന് ആണയിട്ട് പറഞ്ഞതാ ആ തെണ്ടി. എന്നിട്ട് അവന്റെ പൊടി പോലും കാണാണ്ടോ നോക്ക്. വരുന്നു അങ്കിൾ അതും ചായ കുടിക്കേ. ഇപ്പൊ ചായ കുടിക്കാൻ നിന്നാലേ അവന്മാരെല്ലാരും കൂടി എന്നെ തല്ലി കൊല്ലും. നീ കുറച്ച് പഞ്ഞി എന്റെ എടുത്തോണ്ട് വാ, എന്റെ 2 ചെവിയിൽ വെക്കാൻ. കാമിങ് പറഞ്ഞില്ലടോ. അത് ശരി, എന്റെ കണ്ണ് തെറ്റാൻ കാത്തിരിക്കായിരുന്നല്ലേ വലിക്കാൻ? ഇല്ല മോളെ, ഒരു പഫ്, ഒരു ചെറിയ പഫ്. പപ്പയോട് വലിക്കരുതെന്ന് പറയുന്നത് എന്റെ ആരോഗ്യം നന്നാവാനല്ല. അതെനിക്ക് അറിഞ്ഞൂടെ? യു ആർ ഓൾവേസ് തിങ്കിങ് അബൌട്ട് മൈ ഹെൽത്ത്. ദാറ്റ്സ് റിയലി കെയറിംഗ് മൈ ബേബി. മതി വാചകത്തിനൊന്നും ഒരു കുറവുമില്ല. പമ്പിൽ എന്താ ഒരു ബഹളം? അവിടെ മാത്യൂസ് അങ്കിൾ ആകെ ചൂടില്ല. 2 മണിക്കൂർ മുമ്പ് എത്തിക്കൊള്ളാൻ ഏറ്റമാണ് അത്ര ഗോപൻ. ഇതുവരെ എത്തിയിട്ടില്ല. ഓ, അവൻ അവിടെ മോനുമായിട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. അച്ഛനും മോനും കൂടെ കൂടിയാ പിന്നെ എന്ത് പെട്രോൾ ബങ്ക്, എന്ത് ഡ്യൂട്ടി. നീയൊന്ന് അമർത്തി തള്ളന്റെ അച്ചു. അമർത്തി തള്ളുന്ന അച്ഛനെ കണ്ടൂടെ? ഞാൻ എങ്ങനെ കാണാനടാ മരമണ്ട. ഞാൻ ബാത്റൂമിനകത്തല്ലേ. എന്നാ വേണ്ട, അച്ഛൻ അവിടെ തന്നെ ആയിരുന്നോ? നല്ല കുട്ടിയല്ലേ നീ. ഒരു ചവിട്ട് ചവിട്ട്. ശക്തി പോരാ. ഇന്നലെ എനിക്ക് ചിക്കൻ സൂപ്പ് മേടിച്ചാലാന്ന് പറ്റിച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് ഇത്രയും ശക്തി ഉണ്ടാവുള്ളൂ. സൂപ്പിന്റെ കണക്കൊക്കെ പിന്നെ പറയാം. നീ ഒരു തള്ളു തള്ളടാ. ഫുൾ ശക്തി എടുത്തൊരു തള്ളുകളെ. പോരാ പോരാ പോരാ. എടാ, വാഷ് ബേസിന്റെ താഴെ ഒരു ചുറ്റിക ഉണ്ടാവും. മോൻ അതെടുത്ത് പതുക്കെ ഒരു മുട്ടുമുട്ടിയേ. അച്ഛാ, ചുറ്റി കാണാനില്ല, ഒരു കോടാലിയുണ്ട്, അത് വെച്ച് വെട്ടി പൊളിക്കട്ടെ ഡോറ്. അയ്യോ, ചതിക്കല്ലേ. ഹൗസ് ഓണർ അറിഞ്ഞാൽ നമ്മൾ രണ്ടിനെ ഇവിടുത്തെ ചവിട്ടി പുറത്താക്കൂടാ. വെക്കണത് അവിടെ. അച്ഛാ അച്ഛാ, താനിപ്പോ എമിലിയെ വിളിച്ചോണ്ട് വരട്ടെ. ബാത്റൂമിലേക്കോ? പെണ്ണുങ്ങൾ കാണാൻ പറ്റുന്ന കോലത്തിലാണോടെ അച്ഛന്റെ നിപ്പ്? എടാ, നീ പോയി ക്ലീറ്റസ് അങ്കിളോ ലെസ്ലി സായിപ്പോ ഉണ്ടോ നോക്ക്. വേഗം പോടാ എന്റെ കൊശവാ. അച്ഛനാ പക്ഷേ ഒന്നുമില്ല. ഏത് നേരത്താണ് ബാത്റൂമിൽ കയറി കഥ അടയ്ക്കാൻ തോന്നിയത്? നാളെ മുതൽ പെരുവഴിയിൽ നിന്ന് കുളിച്ചിട്ട് തന്നെ കാര്യം. എന്താ അച്ഛോ പ്രശ്നം? ബാത്റൂമിൽ ഡോർ ചക്ക തുറക്കാൻ പറ്റുന്നില്ല. അച്ഛനാത്ത. അയ്യോ, നമുക്ക് നോക്കാം. മോനെ തള്ളി നോക്കിയോ? കൊറേ തള്ളി നോക്കി. എന്താടാ അവിടെ സ്ത്രീ ശബ്ദം? നിന്നെ കാവല് നിർത്തിയപ്പോഴേ വിചാരിച്ചതാ നാട്ടിലുള്ള പെമ്പിള്ളേർക്ക് മുഴുവൻ ടിക്കറ്റ് എടുത്തു കൊടുത്ത് ക്യൂ ആയിട്ട് അകത്തേക്ക്. പെട്രോൾ പമ്പിലെ മാത്യൂസ് അങ്കിൾ കിടന്ന് കയറ് പൊട്ടിക്കാൻ വേഗം ചെല്ല്. 6 മണിക്ക് ചെല്ലാന്ന് ഞാനായിട്ട് പറഞ്ഞതാ. നാശം പിടിച്ച ഡോറ് കുളി കഴിഞ്ഞൊന്നും പുറത്തിറങ്ങാൻ പറ്റണ്ടേ? എന്റെ പൊന്നച്ചു, നീ ഇതുവരെ യൂണിഫോം ഇട്ടില്ലേ? എങ്കിൽ അവിടെ കിടക്കുമ്പോ നിനക്ക് പറയായിരുന്നില്ലേ ഞാൻ ഇതുവരെ യൂണിഫോം ഇട്ടിട്ടില്ല എന്ന്? എടാ, നിന്ന് തർക്കിക്കാതെ പോയി യൂണിഫോം ഇട്ടോണ്ട് വേണ കഴുത. സമയം കളയാതെ പോവാൻ നോക്ക്. പോയി സമയം പോയി, എല്ലാം പോയി. ഓ, ബാത്റൂമിന്റെ ഡോറ് നന്നാക്കി തരാൻ പറഞ്ഞാൽ മാത്രം ഹൗസ് ഓണർക്ക് ചെവിയേക്കില്ല. വാടക കിട്ടാൻ ഒരു ദിവസം വൈകിയാലോ? എന്റെ അമ്മോ, വെറും ബ്രെഡും ബട്ടറും മാത്രമേ ഉള്ളൂ. പിന്നല്ലാതെ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി തരാൻ ആള് വേണ്ടേ? വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? വേണമെന്ന് വെച്ചാലോ? ഞാൻ വരും. നോക്കുന്ന എന്തിനാ? കഴിഞ്ഞ സെപ്റ്റംബറിൽ എനിക്ക് 17 കഴിഞ്ഞു. സ്വീറ്റ് 17. ഞാൻ റെഡി. മോനെ, ഇത് മറക്കാതെ ബാഗിൽ വെക്കണേ. ഉച്ചയ്ക്ക് മുഴുവൻ കഴിക്കണേ. ബാഗ് എവിടെ? ബാഗ് റൂമിലുണ്ട്. എന്നാ പിന്നെ അത് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചൂടെ? ഓ, നാശം. ഹോംവർക്കൊക്കെ ചെയ്തിട്ടില്ലേ? ഹോംവർക്കൊക്കെ ചെയ്തിട്ടില്ലേന്ന്? എന്നാ തലയാട്ടുന്ന കൂടുതൽ നിനക്കൊന്ന് മൂളിക്കൂടെ? ഞാൻ മൂളുന്നുണ്ട്.
അച്ഛാ അത് കേൾക്കാത്തോണ്ടാ. സെല്ലിൽ നിന്ന് കമ്പ്യൂട്ടർ ക്ലാസ് ഇല്ലേ? ഞാൻ പോകുന്ന വഴിയാ. എന്നാലേ സ്കൂൾ ബസ് വന്ന് ഇവനത് കയറ്റി വിട്ടിട്ട് പോയാൽ മതി. മക്കളെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഡോറിന്റെ അടുത്തൊന്നും പോയി നിൽക്കരുതേ. എന്ത് പറഞ്ഞാലും തലയാട്ടുന്നെന്താ? പിന്നെ തലകുത്തി നിൽക്കണം. തലകുത്തി നിന്റെ മറ്റേ എന്നോടൊന്നും പറയിക്കണ്ട. ശരി നല്ലോണം നോക്കിക്കോളേ. മക്കളെ പോയിട്ട് വരട്ടാ. അപ്പോഴേ ആ മോന്റെ കാര്യങ്ങൾ ഞാൻ ഇന്ന് മാത്രം നോക്കിയാൽ മതിയോ അതോ ജീവിതകാലം മുഴുവൻ നോക്കണം? ഒരൊറ്റ പെടേ തന്നിട്ടല്ലോ. അച്ചു ഓ താക്കോല് കളയരുത്. പെൻസിൽ ബോക്സിനകത്ത് തന്നെ വെക്കണം. ഇത് തന്നെയല്ലേ എപ്പോഴും പറയുന്ന. എന്നിട്ട് നീ കേൾക്കുന്നില്ലല്ലോ. കർച്ചീഫ് മേശപ്പുറത്ത് വെച്ചിട്ട് കണ്ടു.